അപ്പോ പുനഃസ്ലക്സിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. എന്താ ചെയ്യാൻ പോന്നമ്മ? ഇന്ന് നമുക്കേ ഹോട്ടലിലൊക്കെ കിട്ടുന്ന പോലത്തെ ബിരിയാണി റൈസ് മാത്രം ഉണ്ടാക്കിയാലോ? അപ്പൊ അതുണ്ടാക്കി കാണിക്കാം അല്ലേ? ഇന്നത്തെ വീഡിയോ അതാണ്. നിങ്ങൾ ഫുള്ള് കാണണം കേട്ടോ. എപ്പോഴും നമ്മൾ ബിരിയാണി മാത്രമല്ലേ കഴിക്കുന്നുള്ളൂ. അപ്പൊ പിള്ളേരുടെ കണ്ണി പൊടിയിടാൻ വേണ്ടിയിട്ട് ബിരിയാണി ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുമേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം നമുക്ക് അടുപ്പയിലോട്ട് വെക്കാം കേട്ടോ. പാത്രം വെച്ചിട്ടുണ്ട്. ഞാൻ ഒന്ന് ചൂടായി വരട്ടെ. ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ. ആ ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാവേ. ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ കുറച്ച് ചൂടാക്കിയതാ കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇവിടെ നെയ്യ് ചൂടായിട്ടുണ്ട്. ആ നെയ്യ് ചൂടായതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി അതേ നെയ്യിലേക്ക് തന്നെ ഞാൻ കുറച്ച് ഒരു 2 ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ ഉള്ളിയാണ്. അതും കൂടി ഒന്ന് വറുത്ത് കോരി എടുക്കണം നമുക്ക്. അങ്ങനെ ഉള്ളിയൊക്കെ നമ്മളിവിടെ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഇനി സാധാരണ പോലെ തന്നെ ചൂടായ നെയ്യിലേക്ക് നമ്മൾ കുറച്ച് ഏലക്ക, ഗ്രാമ്പൂ, പട്ട, നല്ല ജീരകം, അതായത് ചെറുജീരകം, അതും കൂടെ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് 1 കിലോ അരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 1 കിലോ അരിക്ക് നമ്മൾ ഏകദേശം ഒരു 9 കപ്പ് വെള്ളം 9 കപ്പ് വെള്ളമാണ് ഇവിടെ അളന്നു വെച്ചിരിക്കുന്നത്. ആ വെള്ളം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അരി വറക്കുന്നില്ല കേട്ടോ. വറക്കാതെ തന്നെ ആക്കുന്നതാണ്. വറുത്തിട്ടും വറക്കാതെയൊക്കെ ആക്കിയാൽ എല്ലാം ഒരേ പോലെ തന്നെ ഉണ്ടാവും ചോറ്. അപ്പം നമുക്ക് വെള്ളത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം കേട്ടോ. ഉപ്പ് കൂടിയിട്ടുണ്ടോന്ന്. ഉപ്പ് എന്തായാലും ഒരു പടി മുമ്പിൽ നിൽക്കണം. അപ്പം ആ ചോറിന് കണക്കായിട്ടുള്ള ഉപ്പുണ്ടാവുള്ളൂ. ചെറുനാരങ്ങയുടെ നീര്, ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചു കൊടുക്കാവേ. ഇത് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് വെള്ളം തിളയ്ക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ.